രഞ്ജി ട്രോഫിയിൽ വീണ്ടും കേരളം ചരിത്രം രചിക്കുകയാണ്. ക്വാർട്ടറിലേക്ക് കടക്കുന്നു കേരളം. സച്ചിൻ ബേബി കേരളത്തെ നായകൻ നമുക്കൊപ്പം ചെയ്തു. സച്ചിൻ, കൺഗ്രാറ്റ്സ്. എങ്ങനെയുണ്ട് ഒരു ഫീൽ? വളരെ സന്തോഷം. ലൈക്ക് ഒരു 4-5 ഇയേഴ്സിന് ശേഷമാണ് നമ്മുടെ കേരള ടീം ഒരു ക്വാർട്ടർ ഫൈനലിലോട്ട് എത്തുന്നത്. ഇപ്പൊ ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ കളിച്ചപ്പോൾ നമ്മളൊരു സെമി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു തവണ എന്തായാലും നമ്മുടെ ഹോപ്സ് ഹൈ ആണ്. സോ ഇതുവരെ നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് നമ്മൾ കളിച്ചിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ നോക്കും. ഈ ഒരു മാച്ച് വളരെ ഈസി ആയിട്ട് ജയിച്ചു എന്ന് തോന്നുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു മാച്ചിന്റെ പ്രത്യേകത? ഈസി ആയിട്ടല്ല, എവറി ഗെയിം നമ്മൾ നല്ല കഷ്ടപ്പെട്ടാണ് നമ്മൾ കളി ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു സ്വീറ്റ്നെസ് എന്ന് വെച്ചാൽ നമുക്കൊരു ബോണസ് പോയിന്റ് കിട്ടി. ഈ സീസണിൽ ആദ്യത്തെ നമ്മുടെ തേർഡ് വിന്നാണ് ഈ സീസണിൽ നമ്മുടെ 7 മാച്ചസിൽ. സോ ആ ഒരു വിക്ടറി നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചാമ്പ്യൻസ് ആവാനും ചാൻസ് ഉണ്ട്, ഫസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വെരി ഹാപ്പി വിത്ത് ദ വിക്ടറി. കഴിഞ്ഞ മാച്ച് കുറച്ച് ടഫായിരുന്നു. ഞാൻ ഈ ടഫും ഈസി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ പ്രേക്ഷകരുടെ കൂടെ കളി കാണുന്ന ആളുടെ കൂടെ പറയാണ്. കഴിഞ്ഞ കുറച്ചും കൂടി ടഫായിരുന്നു, എങ്കിലും ഒരു ഡ്രോ പിടിക്കാൻ പറ്റി. കാരണം നമ്മള് ഇതുവരെയുള്ള എല്ലാ 7 മാച്ചിലും നമ്മള് ഒരു മാച്ച് നമ്മൾ തോറ്റിട്ടില്ല, ഒരു മാച്ച് നമ്മൾ ലീഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ടീമിന്റെ വലിയൊരു വോളിയമാണ് നമ്മൾ എല്ലാ ടീംസിനും നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് മാച്ച് ആണെങ്കിലും നല്ലൊരു MP ഒരു രഞ്ജി ട്രോഫി ചാമ്പ്യൻ സൈഡാണ്. അവരുടെ ഫുൾ ടീമായിട്ടാണ് നമ്മൾ കളിച്ചത്. അവർ നമ്മൾ ലീഡ് അടിച്ചു, പ്ലസ് നമുക്ക് ആ കളി സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു നമ്മുടെ ഈ ഒരു 28 പോയിന്റ്സിൽ. സോ ഇനിയും ഓരോ സ്റ്റെപ്പ് വഴി കയറാനുണ്ട്. കഴിഞ്ഞ മാച്ചിൽ നിതീഷ് നന്നായിട്ട് കളിച്ചു, സൽമാൻ കളിച്ചു. ഇപ്പൊ വീണ്ടും സൽമാൻ സെഞ്ചുറി അടിക്കുന്നു. ജലജാണ് ഈ മാച്ചിൽ ബൗളിംഗ് സൈഡിൽ വന്നത്. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അല്ല, എവറി ഗെയിംസ് നമുക്ക് എന്തായാലും ഒരു 3-4 ഹീറോസ് നമ്മൾ എല്ലാ മാച്ചിലും തൊട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് തൊട്ട് എല്ലാ മാച്ചിലും ഉണ്ട്. അപ്പം ഈ ഒരു 2 മാച്ചിൽ ജലജ് കൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കേരളത്തിനോട് ചെയ്യുന്നു. സൽമാൻ ഈ വർഷം നല്ലൊരു ഫോമിൽ വരുന്നു. ഇവൻ എവറി പ്ലെയർ ഷോനും ഒരു ഹാൻഡി നോക്ക് കളിക്കുന്നു. അപ്പൊ നമുക്ക് ആൾക്കാർ ലൈക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്ത ഹോപ്പ് എന്താണ്? ഇനി അടുത്ത മാച്ച് നോക്കൌട്ടാണ്, ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. ആരാണ് എതിരാളികളെന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിക്കാറായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മൾ അവരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ, ജമ്മു കാശ്മീർ ആൻഡ് ബറോഡ. അപ്പൊ ആ ടീമിൽ ഒരു ടീമായിരിക്കും. ഏതായാലും ക്വാർട്ടറും ജയിക്കട്ടെ, സെമിയും ജയിക്കട്ടെ, തവണ ചാമ്പ്യന്മാരാകട്ടെ. വളരെ മനോഹരമായ ഒരു സീസൺ സച്ചിനുമാണ്. സച്ചിൻ ഈ മാച്ചിൽ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സച്ചിൻ അതിമനോഹരമായി കേരളത്തിന്റെ എക്കാലത്തെ ഒരു ലെജൻഡറി താരമായി, ലെജൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന സച്ചിനാണ് കേരളം നയിക്കുന്നത്. കേരള ടീമിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.